ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനെടുത്ത സ്റ്റോക്ക് മാരുതിയാണ്. അപ്പം മാരുതിയുടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ ആ വീഡിയോ ഇപ്പം മുകളിൽ, അതുകൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഫസ്റ്റ് ആയിട്ട് ഇടാം. ആ വീഡിയോയിൽ നമ്മൾ ഒരു സ്ഥലത്ത് സെല്ല് പറഞ്ഞിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. സെല്ല് പറഞ്ഞ ക്യാൻഡിൽ ഇതാണ്. ഈ ക്യാൻഡിലിൽ ഞാൻ എന്തുകൊണ്ട് സെല്ല് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നമ്മളിത് മേടിച്ചത് ഏത് ലെവലിലായിരുന്നു ഇത് ബൈ ചെയ്തത്? നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ അപ്പിയർ ചെയ്തപ്പോഴാണ് ബൈ ചെയ്തത്. നമുക്ക് ഏകദേശം അത് 6550 അല്ലെങ്കിൽ 6600 ലെവലായിട്ട് കണക്കൂട്ടാം. ഈ ഏതെങ്കിലും ഒരു ലെവലിലാണ് നമ്മൾ ബൈ ചെയ്തതെന്ന് കണക്കൂട്ടാം. ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് നമുക്കൊരു ഡോജി അപ്പിയർ ആയപ്പം, അതായത് 7100-നും 7150-നും ഇടയ്ക്കുള്ള ഈ റെഡ് ക്യാൻഡിൽ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ഒരു ഡോജി അപ്പിയർ ആയപ്പം, ഡോജി ഓർ സ്പിന്നിങ് ടോപ്പ്, അത് അപ്പിയർ ആയപ്പം അവിടെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളൊരു നിലപാടെടുത്തു. ശരിക്കും അത് കറക്റ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളതാണ് നോക്കുക. നമ്മളത് എക്സിറ്റ് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. ശരിക്കും പ്രോഫിറ്റിലുള്ള ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്സിറ്റ് ചെയ്യാം. അയാൾക്ക് വേറെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പ്രോഫിറ്റിലാണ്, ഒരുമാതിരി നല്ല ശതമാനം തന്നെ പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിൽ നമുക്കറിയാം, മാരുതിയുടെ 7000-ലാകുമ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 70 രൂപ വന്നാൽ 1% പ്രോഫിറ്റ് കിട്ടും. 6550-നും 6600-നും ഇടയ്ക്ക്, 6600 തന്നെ കൂട്ടിക്കും, 7100-ന്റെ മുകളിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 400-500 രൂപയുണ്ട്. 500 രൂപയിൽ എത്ര 70 വരും? കുറേ 70 ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയാണെങ്കിലും നമുക്കതൊരു 8-9% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് ഉള്ളപ്പോൾ നമുക്കൊരു ചെറിയ ഡൗട്ട് വന്നാൽ അവിടെ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ കറക്റ്റ് എക്സിറ്റിംഗ് എന്ന് പറയുന്നത്, പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ആണെങ്കിലും കറക്റ്റ് എക്സിറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലും പോരാ, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതും അതിൻ്റെ ലോയിൻ്റെ താഴെയായിരിക്കണം. അതാണ് കറക്റ്റ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ലാഭമുണ്ട്, ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നല്ല പ്രോഫിറ്റിലാണ്. എന്നാൽ പിന്നെ എക്സിറ്റ് ചെയ്തേക്കാം. പിന്നെ എൻട്രി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ബാക്കിയുള്ള ദിവസത്തെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തത് ഒരു തെറ്റിദ്ധാരണ ചെറുതായിട്ട് വന്നായിരുന്നു. അത് ഫീൽ ചെയ്തപ്പോഴാണ് ഞാനത് ക്ലിയർ ചെയ്യാനായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിറ്റ് എവിടെ, എൻട്രി എവിടെ എന്നുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വാങ്ങിയ സ്റ്റോക്കാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാനത് ഒന്നും കൂടെയും പറയാം. നമ്മൾ എക്സിറ്റ് ചെയ്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവിടെ എക്സിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കാരണം അത് പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് പ്രോഫിറ്റാണ്, നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനി എവിടെ എൻട്രി ചെയ്യണമെന്നല്ലേ, ഈ സ്റ്റോക്കിൽ ഇനി എൻട്രി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്ത ദിവസത്തെ ക്യാൻഡിൽ നോക്കുക. അടുത്ത ദിവസത്തെ ക്യാൻഡിലിൽ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലോസ് ചെയ്തത് പ്രീവിയസ് ഡേ ലോ അല്ല, ക്ലോസ് ചെയ്തത് പ്രീവിയസ് ഡേയിലെ ഏതോ ഒരു പ്രൈസിലാണ്. ലോയ്ക്ക് താഴെയല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. എൻട്രി ചെയ്യണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാനൊന്നും ആ ക്യാൻഡിലിൽ പറ്റില്ല. അതിൻ്റെ അടുത്ത ക്യാൻഡിലിൽ നോക്കുമ്പം പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത ആ ക്യാൻഡിൽ പോയിട്ടുണ്ട്. പക്ഷേ ക്ലോസ് ചെയ്തത് പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടല്ല. പക്ഷേ നമുക്കൊരു ചെറിയ ഒരു സംഭവം അവിടെ ക്ലൂ കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്കൊരു ബുള്ളിഷ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫീൽ ചെയ്തതേ ഉള്ളൂ, ബുള്ളിഷ് ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മാരുതി നല്ല സ്റ്റോക്കാണ് എന്ന് കരുതുന്നവർക്കൊക്കെ അവിടെ വേണമെങ്കിൽ എൻട്രി ചെയ്യാവുന്നതാണ്. പക്ഷേ അത് റിസ്ക്കിയാണ്. സേഫായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അടുത്ത ദിവസത്തെ നോക്കുക. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വെറുതെ ഇരുന്നു, നമ്മളിവിടെ വാച്ചിങ് മാത്രമേ നടക്കത്തുള്ളൂ, വേറെ ബൈ ഓർ സെല്ല് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ നടന്നതും അതിൻ്റെ തലേ ദിവസത്തെ ഹൈയും ലോയും ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അത് ക്ലോസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്യാൻഡിൽ നോക്കുക. ആ ക്യാൻഡിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ. സോ ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ ഒരു ബൈ എടുക്കാം.
പ്രീവിയസ് ക്യാൻഡിലിൽ ഹൈ ബ്രേക്ക് ചെയ്തു ക്ലോസ് ചെയ്തു എന്നത് മാത്രമല്ല അവിടെ കാര്യം, അതിനും വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യം നടന്ന് ആ സീരീസിലുള്ള 3-4 ക്യാൻഡിൽസ് നോക്കുക, അതിൻ്റെ എല്ലാം ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും കൂടിയ വിലയ്ക്ക് വാങ്ങാൻ സ്ട്രോങ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് തീർച്ചയായിട്ടും മുകളിലേക്ക് പോകാം. 3:20 കഴിഞ്ഞ് 3:25 3:30 നമുക്കിവിടെ ഒരു ബൈ എടുക്കാം. നമ്മൾ ഉറപ്പിച്ചു ക്ലോസിങ് പ്രീവിയസ് ഡേയുടെ ഹൈക്ക് മുകളിലാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ബൈ എടുക്കാം. അവിടെ ബൈ എടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇത്രയേ ഉള്ളൂ. ഇത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഇതല്ല ഫോളോ ചെയ്യേണ്ടത്. ഇൻവെസ്റ്റേഴ്സിന് അത് ഇച്ചിരി താഴെ പോയാലോ മോളിൽ പോയാലോ ഒന്നും ഇൻവെസ്റ്റേഴ്സിന് ഇത് ഒരു പ്രശ്നവുമില്ല. ഇൻവെസ്റ്റേഴ്സ് താഴ്ന്ന ലെവലിൽ ബൈ ചെയ്യും, പിന്നെ അതിനെ വിട്ടേക്കും. അത് എത്ര നാൾ വേണമെങ്കിലും അത് അവരുടെ ഉചിതമനുസരിച്ചാണ് ചെയ്യുക. ഞാൻ ഈ പറയുന്നത് ട്രേഡേഴ്സിന് വേണ്ടിയാണ്. ഈ ഒരു മെത്തേഡൊക്കെ നമുക്ക് ഇൻട്രാഡേയിൽ ഫോളോ ചെയ്യാവുന്ന മെത്തേഡാണ്. ഇൻട്രാഡേയിലാകുമ്പോൾ അക്യുറസി കുറച്ച് കുറയും, പക്ഷേ ഈ ഡെയിലി ക്യാൻഡിലിൽ നല്ല അക്യുറസി ഉണ്ട്. നിങ്ങൾ തന്നെ നോക്കുക, പഴയ വീഡിയോ തീർച്ചയായിട്ടും കാണുക, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഐഡിയ കിട്ടും, സൂപ്പറായിട്ട് ഐഡിയ കിട്ടും. ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു അഭിപ്രായം മാത്രം നോക്കേണ്ട കാര്യമില്ല, കാരണം ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാകാം, കാണുക തന്നെ വേണം. അങ്ങനെ എല്ലാം ക്രോഡീകരിച്ച് നല്ലൊരു നിഗമനത്തിലെത്താൻ പറ്റും. ഉപകാരപ്പെടണം എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് അതിൻ്റെ പുറകിൽ വേറെ ഒരു ലക്ഷ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ എൻട്രി എടുത്തിട്ട് അടുത്ത ദിവസം നോക്കുക. അടുത്ത ദിവസം സ്റ്റോക്ക് ഡൗൺ ആയി, അതായത് ബീറിഷ് ക്യാൻഡിലാണ്. പക്ഷേ നമ്മളവിടെ എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. അവിടെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു? അവിടെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണമായിരുന്നു. ക്ലോസ് ചെയ്യുന്നതും ലോയ്ക്ക് താഴെ ആയിരിക്കണമായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിച്ചിട്ടില്ല. സോ അവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നോക്കുക, അത് പക്കാ ഡോജിയാണ്. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിലാണ്, പക്കാ ഡോജിയാണ്. ശരിക്കും ഈ ഡോജ് വരുന്നത് എന്തിനാണ്? ഇൻഡിസിഷനാണ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, സ്റ്റോക്ക് ഡൗൺ ആകും എന്ന് ഒരു ഉറപ്പുമില്ല, ഇൻഡിസിഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ആകണമെന്നില്ല. ക്യാഷ് ബൈ ആണല്ലോ, മാരുതി നല്ല സ്റ്റോക്ക് ആണല്ലോ, അപ്പോൾ പിന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാം. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ പ്രോഫിറ്റിലെത്തി. ആ ക്യാൻഡിൽ ശ്രദ്ധിക്കുക, വളരെ വലിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്, പ്രോഫിറ്റിലെത്തി. അപ്പോൾ നമ്മളെടുത്ത ബൈ അവിടെ കറക്റ്റായിരുന്നു, നമ്മുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പ്രോഫിറ്റിലെത്തി. അതിൻ്റെ അടുത്ത ദിവസം ശ്രദ്ധിക്കുക, വീണ്ടും ഒരു ഡോജി വന്നു. ഡോജി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം പ്രീവിയസ് ഡേയുടെ ലോ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഹോൾഡിങ്. നെക്സ്റ്റ് ഡേ വീണ്ടും ബുള്ളിഷ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടി. നമ്മൾ വീണ്ടും ഹോൾഡ് ചെയ്യണം, എക്സിറ്റ് ചെയ്തിട്ടില്ല. സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ ഏത് സിറ്റുവേഷന് വേണമെങ്കിലും നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം, കാരണം നമ്മൾ പ്രോഫിറ്റിലാണ്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മൾ മേടിച്ചത് ഏകദേശം 7225 ആ റേഞ്ചിലാണ്, അതിന് താഴെയാണ്. അതിനാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇപ്പം 7500-ൻ്റെ മുകളിൽ സ്റ്റോക്ക് പോയിട്ടുണ്ട്. എവിടെ എക്സിറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് എവിടെയാണ് എക്സിറ്റ് ചെയ്യുക? ഈ ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുക. ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇവിടെ എക്സിറ്റ് ചെയ്യാമോ വേണ്ടയോ എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ഇവിടെയും എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് കാരണം ഞാൻ പലവട്ടം ഈ വീഡിയോയിലും ആവർത്തിച്ചിരുന്നു. പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ല. അതാണ് കാരണം. അതുകൊണ്ട് നമുക്കിവിടെ എക്സിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സേഫ് ട്രേഡർ ആണെങ്കിൽ എക്സിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പുള്ളിയുടെ ഒരു നിഗമനം അനുസരിച്ചിരിക്കും. സഫീഷ്യൻ്റ് എല്ലാ ചിലവും കഴിഞ്ഞ് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ കിട്ടിയെങ്കിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അനുസരിച്ചിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഡേയുടെ ക്യാൻഡിൽ ശ്രദ്ധിക്കാം. അടുത്ത മൺഡേ വർക്കിംഗ് ഡേ അന്ന് ക്യാൻഡിൽ ശ്രദ്ധിക്കുക. അന്നത്തെ ഫുൾ ക്യാൻഡിൽ നോക്കണം. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെയും നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ റെഡ് ക്യാൻഡിലൊക്കെ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നല്ലേ, ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നമുക്ക് താഴെയും
നമ്മുടെ ലെവലിലൊക്കെ പലരും ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാകാം. പലരും ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിരിക്കും എൻട്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവർ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അതായത് അവർ പ്രോഫിറ്റിൽ അത് വിറ്റ് മാറുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രഷർ വരുമല്ലോ. അങ്ങനെ സെല്ലിംഗ് പ്രഷർ വരുന്നതാണ് ഈ കാണുന്ന റെഡ് ക്യാൻഡിൽസ് ഒക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പ്രൈസ് ആക്ഷൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ്. ഇത് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമ്പം എക്സിറ്റ് ആകും. പക്ഷേ എൻട്ര് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻട്രി എവിടെ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ഒരു പൊസിഷനിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ വീഡിയോയിൽ എൻട്രി ചെയ്തതും വളരെ നല്ല പോയിന്റിലാണ്. സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ ഇതുവരെ എക്സിറ്റ് ചെയ്തിട്ടില്ല. അതായത് പഴയ വീഡിയോയിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് 6550-നും 6600-നും ഇടയ്ക്കാണ്. ആ ലെവലിൽ എൻട്രി ചെയ്തിട്ട് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സമയമായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ 7550 പോയി എന്നാണ് തോന്നുന്നത് ക്യാൻഡിലിൽ. ഓക്കെ, 6550 എൻട്രി ചെയ്ത് നമ്മൾ 7500, 1000 രൂപ അവിടെ പ്രോഫിറ്റാണ്. ഇപ്പോഴും നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ടില്ല. നമ്മൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആ ക്യാഷ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ റെഡിയാണ്, ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും എക്സിറ്റ് ചെയ്യാൻ സമയമായിട്ടില്ല. പിന്നെ ഒരു 5-10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അത് അവരവരുടെ ഇഷ്ടമാണ്, നോ പ്രോബ്ലം. അപ്പം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 2 വീഡിയോയിൽ നിന്നും നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നല്ല നല്ല സ്റ്റോക്കുകളിൽ മാത്രം എൻ്റർ ചെയ്യാം. ഇതുപോലെ അടിപൊളി സ്റ്റോക്കുകൾ ഇഷ്ടമായിട്ടുണ്ട്. എത്ര സ്റ്റോക്കുകളാണ് ഉള്ളത്. നമ്മൾ ലോങ് ടൈമിലേക്ക് ഇട്ടേക്കുന്ന ആ വീഡിയോസിലൊക്കെ നോക്കുക, ഒരുപാട് സ്റ്റോക്സുകളുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലമായിട്ട് സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കാം. ഇപ്പോഴും ഞാൻ സ്മോൾ ക്യാപ്പിൻ്റെ വളരെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളൂ, 1-2 ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അതിപ്പോഴും പെർഫോം ചെയ്യുന്നില്ല, അതങ്ങനെ കിടക്കുകയാണ്. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യുന്നില്ല. മിഡ് ക്യാപ്പും കുറച്ചൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ്പ് പെർഫോം ചെയ്യാൻ തുടങ്ങി. ലാർജ് ക്യാപ്പാണ് ഇപ്പോഴും ഒരുമാതിരി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. മിക്ക ലാർജ് ക്യാപ്പ് ഇപ്പം നല്ല ഒരു മുകളിൽ തന്നെ എത്തി. നല്ല സ്റ്റോക്കുകൾ നല്ല രീതിയിൽ തന്നെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സ്റ്റേജ് മിഡ് ക്യാപ്പിലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. മിഡ് ക്യാപ്പിലുള്ള നല്ല സ്റ്റോക്കുകളും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്മോൾ ക്യാപ്പിലേക്ക് വരും ഈ പെർഫോമൻസ്. തീർച്ചയായിട്ടും ഇക്കൊല്ലം തന്നെ അത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ പോസിറ്റീവാണ് നിഫ്റ്റി, വളരെ പോസിറ്റീവാണ്. ഇൻവെസ്റ്റേഴ്സ് വളരെ കോൺഫിഡൻ്റ് ആണ്, എസ്പെഷ്യലി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ്. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. സോ നല്ല രീതിയിൽ തന്നെ നിഫ്റ്റി മുകളിലേക്ക് പോകും. ഈ സമയത്ത് നല്ല നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈവൻ ഇൻട്രാഡേക്ക് കളിക്കുകയാണെങ്കിൽ പോലും നല്ല സ്റ്റോക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും. ഒരു സ്റ്റോക്ക് ഈ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻ്റ് ലെവലും എന്നും ഫോളോ ചെയ്യില്ല. എന്തെങ്കിലും ഒരു ദിവസം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയേക്കാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയേക്കാം. മാരുതിയിലും ഇപ്പം റീസെൻ്റ്ലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സപ്പോർട്ടിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും ഈ വീഡിയോ ലെങ്തി ആയതുകൊണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും സപ്പോർട്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുമെന്നോ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് താഴേക്ക് പോകുമെന്നോ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് അന്നേരം ക്യാൻഡിലും കൂടെ ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ പലരും സപ്പോർട്ടിൽ നിന്ന് എൻട്രി ചെയ്തിട്ട് റെസിസ്റ്റൻ്റ് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും ഫോളോ ചെയ്യുക. നല്ല മെത്തേഡാണത്, വളരെ നല്ല മെത്തേഡാണത്. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ഇതിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയല്ലേ പറ്റൂ. അങ്ങനെ സ്റ്റോക്കുകളിൽ സംഭവിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞേക്കുന്നതൊക്കെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണല്ലോ. അപ്പോൾ ഹിസ്റ്ററിയാണ്. എനിക്കിത് കറക്റ്റ് ഓൺലൈനിലൊന്നും വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേനും ഒരു ദിവസം താമസമാണ്. നമ്മൾ ഈ ബ്രേക്ക് ഔട്ടെല്ലാം കണ്ട് വീഡിയോ പ്രിപ്പറേഷൻ ആകുമ്പോഴത്തേനും താമസിച്ചു പോകും, ലേറ്റായി പോകും. അപ്പോൾ അങ്ങനെ പറ്റില്ല, അങ്ങനെ കറക്റ്റായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എഡ്യൂക്കേഷണലായിട്ട് എടുത്താൽ മതി ഈ ഒരു സാധനം. ഇതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ ഈ സാധനം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. പക്ക ഇത് എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. വേറെ ഒരു രീതിയിലും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. ഇതനുസരിച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ടതും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതുമൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരു സ്റ്റോക്ക് എടുക്കാൻ പറയാത്തതിൻ്റെ കാരണം എടുക്കാൻ പറയാറുമില്ല. നമ്മുടെ ഷോർട്ട് ടൈം പിക്ക് പോലും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഇടുന്നത്. അതനുസരിച്ച് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി എനിക്ക് സന്തോഷം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.